ചെറിയൊരു അനുഭവം നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിച്ച് വിടപ്പെട്ട മുജാഹിദ് കുടുംബത്തിലെ ഒരു പെൺകുട്ടി, അള്ളാഹുവിന്റെ വിധി, സ്വന്തം വീട്ടിലുള്ള സുഖസൗകര്യങ്ങൾ ആസ്വദിച്ചു കഴിഞ്ഞവളാണെങ്കിലും ശരി, ഭർത്താവിന്റെ വീട്ടിൽ അല്പം പ്രയാസം അനുഭവിക്കണം എന്നുള്ളതായിരുന്നു. പട്ടിണിയും പ്രയാസങ്ങളും അവരുടെ കുടുംബത്തിലൊരു നിത്യ പതിവായിരുന്നു. അതോടൊപ്പം വിദ്യാഭ്യാസം കുറഞ്ഞ, സംസ്കാരം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത, പ്രത്യേകിച്ച് ഒരു ഖുറാഫി കുടുംബത്തിൽ ജനിച്ചു വളർന്ന സ്ത്രീയായിരുന്നു അമ്മായിമ്മ. അവരിൽ നിന്നുള്ള പീഡനങ്ങളും ഒരുപാട് അവൾ കേൾക്കേണ്ടി വന്നിരുന്നു. പട്ടിണിയും കഷ്ടപ്പാടും. അങ്ങനെ ഒരു വശത്ത് ഭർത്താവിൽ നിന്നുള്ള അകൽച്ച, അങ്ങനെ ഭർത്താവ് ഗൾഫിലാണ്, അദ്ദേഹത്തിന്റെ സംരക്ഷണം അവൾക്ക് ആ നിലക്ക് നഷ്ടപ്പെട്ടു വരികയാണ്. അതോടൊപ്പം സംരക്ഷണം കൊടുക്കേണ്ടവരായ, നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടവരായ അമ്മായിമ നിത്യവും കുത്തുവാക്കുകളും മുള്ളുവാക്കുകളും പറഞ്ഞുകൊണ്ട് അവളെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ അമ്മായിമക്കിൽ നിന്ന് അവൾക്ക് കേൾക്കേണ്ടി വരുന്നത് ഭീഷണിയാണ്. എടി, നിന്നെ ഞാൻ സിഹ്റ് ചെയ്തുകൊണ്ട് കൊല്ലുമെടി, നീ നോക്കിക്കോ, നിന്നെ ഞാൻ സിഹ്റ് ചെയ്ത് കൊല്ലുന്നുണ്ട്. 4-5 വർഷത്തോളമായിട്ട് അത് അവളങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഒരു മുജാഹിദ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന, ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഒരിക്കലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, അതിനവസരം കിട്ടിയിട്ടില്ലാത്ത ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവൾ ആ ഭീഷണിയെ അതിൻ്റെതായ അവഗണനയോടുകൂടി തന്നെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു. ഇതിലിടയ്ക്ക് എന്ത് സംഭവിച്ചു? അടുത്ത കാലത്തായിട്ട് ഇത്തരം വിശ്വാസങ്ങൾക്ക് ആക്കം കൂട്ടുന്ന, വീഴാൻ പോകുന്നിടത്തൊരു ഉന്തി എന്ന് പറയുന്ന രൂപത്തിൽ മനസ്സിന്റെ അബോധ മനസ്സിൽ എങ്ങാണ്ടോ മറഞ്ഞു കിടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്ക് വളർത്തു നൽകുന്ന രൂപത്തിലുള്ള 1-2 മസാല സീഡികൾ അവൾ കേൾക്കാനിടയായി. അത് കേട്ട 1-2 മസാല സീഡികൾ അവൾ കേൾക്കാനിടയായി. 1-2 മസാല സീഡികൾ അവൾ കേൾക്കാനിടയായി. സിഹർ ബാധ പോലുള്ള നമുക്ക് പ്രത്യക്ഷമായി കണ്ടെത്താൻ കഴിയാത്ത കാരണങ്ങളാൽ ശരീരത്തിന് സംഭവിക്കാവുന്ന വ്യത്യാസങ്ങളും രോഗങ്ങളും. ഒരാള് സിഹർ ചെയ്യാൻ പാടില്ല, ശിർക്കാണ്, അത് ഗുരുതരമായ തിന്മയാണ്. പക്ഷെ ഏതെങ്കിലും ശത്രുക്കൾ പ്രവർത്തിച്ചാൽ ചെറിയ രൂപത്തിലെങ്കിലും അതിന്റെ സ്വാധീനം ഉണ്ടാകാം, ചില വലിയ രൂപത്തിലുണ്ടെങ്കിലും മരണം വരെ ഉണ്ടാവാം. അതൊക്കെ പ്രവാചകന് വരെ സിഹർ ബാധിച്ചു, മാട്ടുമാരണം നടത്തിയിരിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ചെറിയ പ്രയാസങ്ങൾ ഇതുകൊണ്ട് വന്നേക്കാം, പക്ഷെ ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർ നമുക്കെതിരെ സിഹർ ചെയ്താൽ സിഹർ നമുക്ക് ബാധിക്കും. ഏത് ആൾക്കും സിഹർ ബാധിക്കാം അള്ളാഹുവിന്റെ കാവലില്ലെങ്കിൽ. ഏത് സാലിഹിനും ബാധിക്കാം എന്ന് തെളിയിക്കാനാണ് നേരെ മറിച്ച് ചെയ്താ ഫലിക്കോ. ഏതുപോലെ ശിർക്ക് മഹാപാപമാണ്, ഖത്ലുൻ നഫ്സ് മഹാപാപമാണ് എന്ന ശിർക്ക് നടന്നിട്ടൊന്നില്ലേ? ഉണ്ട്. ഒരാൾ വേറൊരാളെ കൊന്നാ കൊല്ലപ്പെട്ടോ മരിച്ചു പോകൂലേ? മരിച്ചു പോകും. അതേപോലെ സിഹർ ഹറാമാണ്, പാടില്ലാത്തതാണ്, മഹാപാപമാണ്. ചെയ്ത ബാധിക്കോ? ബാധിക്കും. അത് കേട്ടതോടുകൂടിയിട്ട് അവരുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്ക് വേരി മുളച്ച് സംശയത്തിന്റെ ആനുകൂല്യം അവിടെ കടന്നു വന്നു. അമ്മായിമ്മ തനിക്കെതിരെ സിഹർ ചെയ്യുമോ, തന്നെ കൊന്നുകളഞ്ഞേക്കുമോ, തന്റെ മക്കളെ നശിപ്പിച്ചേക്കുമോ എന്നുള്ള സംശയങ്ങൾ അവിടെ മനസ്സിൽ കടന്നു വരികയും സംശയങ്ങൾ ക്രമേണ ആശങ്കയായി മാറുകയും ആശങ്ക ആകുലതയായി മാറുകയും ആകുലത വിഭ്രാന്തിയായി മാറുകയും ഒരു 2 ആഴ്ച മുമ്പ് ഈ പെൺകുട്ടിയെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരികയും ചെയ്തു, ലഘു മാനസികം എന്നുള്ള രോഗം ബാധിച്ചുകൊണ്ട്. ഞാൻ ഈ പറയുന്നത് കളവായ ഒരു കാര്യമല്ല. ഒരു 2 ആഴ്ച മുമ്പ് എന്റെ വീടിന്റെ തൊട്ടടുത്ത് സംഭവിച്ചൊരു അനുഭവമാണ് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? സത്യം പറഞ്ഞാൽ പുരക്കും പട്ടി കടിക്കുകയില്ല എന്ന് ചൊല്ലി പറഞ്ഞതുപോലെ 4-5 വർഷത്തോളമായിട്ട് നിരന്തരം ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്ന അമ്മായിമ്മ ഒരിക്കലും തന്റെ മരുമകൾക്കെതിരെ ഒരു സിഹറും ചെയ്തിട്ടില്ല, ആരെയും സമീപിച്ചിട്ടില്ല, തങ്ങന്മാരെ സമീപിച്ചിട്ടില്ല, പണിക്കന്മാരെ സമീപിച്ചിട്ടില്ല. ഒരു ചെമ്പരത്തിപ്പൂവോ ഒരു മഞ്ഞപ്പൊടിയോ ഒരു കുറ്റിമുടിയോ ഒന്നും കൊണ്ടുവന്നു വേണ്ടി ഇവർക്കെതിരിൽ എന്തെങ്കിലും ക്ഷുദ്രമായ പ്രവൃത്തി അവർ ചെയ്തിട്ടില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവരുടെ മനസ്സിൽ എങ്ങാണ്ടോ മറിഞ്ഞു കിടന്നിരുന്ന അന്ധവിശ്വാസങ്ങളെ ഊതി വീർപ്പിക്കാൻ പറ്റിയ ചില പ്രസംഗങ്ങൾ അവൾക്ക് കേൾക്കാനിടയായി. ഇബ്ലീസ് അവരുടെ മനസ്സിലേക്ക് അത് ഇട്ടുകൊടുത്തു. അതവരുടെ മനസ്സിൽ വസ്വാസുകൾ ഉണ്ടാക്കി വെച്ചു. അക്കാരണമായിട്ട് അവരുടെ മനസ്സിൽ ആവലാതിയും വേവലാതിയും ഉണ്ടാവുകയും അതൊരു രോഗത്തിന് കാരണമായി തീരുകയും ചെയ്തു. അമ്മായിമ്മ അവളെ ഒരു വടിയെടുത്തുകൊണ്ട് നേർക്കുനേരെ അടിച്ചിരുന്നുവെങ്കിൽ അവളുടെ ശരീരത്തിൽ ഒരു പക്ഷേ വേദന പറ്റുമായിരുന്നു. ഒരു വെട്ടുകത്തി എടുത്തുകൊണ്ട് അവളെ വെട്ടിയിരുന്നുവെങ്കിൽ അവൾക്ക് മുറി പറ്റുമായിരുന്നു. അല്പം ചുടുവെള്ളം തിളപ്പിച്ചുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് എറിയുകയായിരുന്നുവെങ്കിൽ അവൾക്ക് തീപ്പൊള്ളലേൽക്കുമായിരുന്നു. കാര്യകാര്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവൾക്ക് നാശം സംഭവിക്കുമായിരുന്നു. ഇങ്ങനെ കാര്യകാര്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രവൃത്തിയും അവിടെ നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു സത്യാവസ്ഥ. ഇനി അഥവാ ചെയ്തെങ്കിൽ തന്നെ അമ്മായിമ്മ അവളിൽ നിന്ന് വളരെ അകലത്തിൽ ഇരുന്നുകൊണ്ട്
ഒരു മൺതൂക്കെടുത്ത് ആ മൺതൂക്കിൽ ആരെക്കൊണ്ടെങ്കിൽ കുറച്ച് അമ്പരത്തി പൂവിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അതിൽ കുറെ ചിത്രവസ്തുക്കൾ ഇട്ട് കുറെ ഭസ്മങ്ങൾ ഇട്ടിട്ട് കുറെ ചിത്രമന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് എന്തെങ്കിലും ഒരു കൃത്യം ഇവൾക്കെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അങ്ങകലെ കിടക്കുന്ന ഈ ക്ഷുദ്രകാര്യങ്ങൾക്ക് ഒരു കാര്യകാര്യബന്ധത്തിന്റെ അടിസ്ഥാനവുമില്ലാത്ത രൂപത്തിൽ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ അസുഖമുണ്ടാക്കാൻ, അവൾക്ക് വിഷമമുണ്ടാക്കാൻ, അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരിക്കലും അങ്ങനെയുള്ളൊരു കഴിവ് ഈ ലോകത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. സാധാരണയായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് പിശാചാണ് ഇതിന്റെ പിറകിൽ, പിശാചാണ് ഇതിനൊക്കെ സഹായം ചെയ്ത് കൊടുക്കുന്നത്, പിശാചാണ് സിഹറിന്റെ രൂപത്തിൽ, കുട്ടിച്ചാത്തന്റെ രൂപത്തിൽ, ചേക്കുട്ടിപ്പാപ്പന്റെ രൂപത്തിൽ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് എന്നൊരു പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. ആ വിശ്വാസം ഒരിക്കലും ശരിയല്ല. ഒരു മുസ്ലിമായ ഒരു സ്ത്രീക്കും ഒരു പുരുഷനും വിശ്വസിക്കാനാവുകയില്ല. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്ത് അൻആമിലെ 63-64 ആയത്ത്, കുൽ പറയൂ പ്രവാചകരെ, മഞ്ഞുനജ്ജീക്കും മിൻ ളുലുമാതിൽ ബർരി വൽ ബഹ്രി, മഞ്ഞുനജ്ജീക്കും ആരാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്, മിൻ ളുലുമാതിൽ ബർരി വൽ ബഹ്രി, കരയിലെയും കടലിലെയും ഉപദ്രവത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് ആരാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്, തദ്ഊനഹു തളർഅൻ വഖുഫിയതൻ, തദ്ഊനഹു നിങ്ങൾ അവിടെ വെച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോട്? ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ശൈത്താനെയല്ല, അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെയുള്ള മറ്റേതെങ്കിലും ഇലാഹുകളെ ആരാധന്മാരെയല്ല. മക്കാ മുശ്രിക്കുകൾ വരെ ഇത്തരം ഘട്ടത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് തളർഅൻ വഖുഫിയ, ഭയഭക്തിയോടും വിനയത്തോടും താഴ്മയോടും കൂടിയിട്ട് ഏകനായ അള്ളാഹുവിനെ മാത്രമാണ്. വിഷമങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി കിട്ടേണ്ടതിന് വേണ്ടിയിട്ട് മക്കാ മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികൾ വരെ താഴ്മയോടും വിനയത്തോടും കൂടി വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് ഏകനായ അള്ളാഹുവിനോട് മാത്രമാണ്. ആ അത്യാപത്തിൽ നിന്ന്, കടലിൽ വെച്ച് കരയിൽ വെച്ചിട്ട് അവർ കേട്ടിരിക്കുന്ന അത്യാപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, വിഷമത്തിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ച് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്താൽ പിന്നീട് അവർ അള്ളാഹുവിന്റെ അധികാരത്തിൽ ചെറുക്ക് വെക്കുന്നു. പിന്നെ അപകടത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തിയത് ലാത്തയാണ്, അല്ലെങ്കിൽ ഉസ്സയാണ്, അല്ലെങ്കിൽ മനാത്തയാണ്, ഏതെങ്കിലും പിശാചാണ്, ഏതെങ്കിലും ജിന്നാണ് എന്നിങ്ങനെ അവർ അള്ളാഹുവിന്റെ അധികാരത്തിൽ ചെറുക്ക് വെക്കുന്നു. പറയാൻ പോവാണ്. അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾ റോഡിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. റോഡിന്റെ അരികിലൂടെ നടക്കുന്ന ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയും തോന്നി, ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, നമ്മളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. അള്ളാഹു പറയുന്നു, കുൽ പറയൂ പ്രവാചകരെ, അല്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ, അല്ലാഹു യുനജ്ജീകും മിൻഹാ, അല്ലാഹുവാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. വമിൻ കുല്ലി കർബിൻ, എല്ലാ ദുഃഖത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അല്ലാഹുവാണ്. സുമ്മ അൻതും തുശ്രികൂൻ, പിന്നീട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾ ശിർക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അതെ, നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഖുർആൻ ഒരുപാട് ആയത്തിൽ നമ്മെ